ഇമാമായിട്ട് ജുമാക്ക് നിയത്തിയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയിട്ട് ആരും എന്നെ തുടർന്നിട്ടില്ലെങ്കിലോ? ഒരു മൊയ്ലാര സംശയമാണ്. കാരണം ഞാൻ ഇമാമായിട്ട് കരുതുകയും ചെയ്തു, ആരും ഒട്ട് തുടർന്നില്ല, ഞാൻ എന്താ ചെയ്യാ? ഒരു മൊയ്ലാര സംശയം. മൗമൂമിയൊക്കെ സംശയം, നമ്മളൊക്കെ സുജൂദ് ചെയ്യുമ്പോൾ ഇയാൾ എണീറ്റ് പോയെങ്കിലോ? വേറൊരു സംശയം. പറമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംശയം. എന്താ സംശയം? രജിസ്റ്റർ ചെയ്ത് കൊടുത്ത അയാൾ പൈസ തന്നില്ലെങ്കിലോ? പൈസ കൊടുക്കുന്ന ഒരു സംശയം, പൈസ അങ്ങ് കൊടുത്തിട്ട് ഒപ്പിട്ട് തന്നില്ലെങ്കിലോ? എപ്പ രജിസ്റ്റർ നടക്കുക? ഇങ്ങനെ സംശയിക്കാൻ പാടുണ്ടോ? സംശയത്തിനുണ്ടോ പിന്നെ തീരല്? ഇങ്ങനെ സംശയിച്ചാൽ സംശയത്തിനുണ്ടൊരു പരിധി, അതിനുണ്ടൊരു എന്തിനുണ്ടൊരു അതിര്, എല്ലാം സംശയിക്കല. അതുകൊണ്ടാണ് അബ്ദുൽ മലിക് ഖസ്റൂനി തങ്ങൾ പറഞ്ഞത്, മുൽതഫിത്തുൻ ലാ യസിൽ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹ് വമൻ ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നഖ്സ്. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് മുജാഹിദിലേക്കും ജമാഅത്ത് ഇസ്ലാമിലേക്കും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പിന്നെയോ വമുശക്കിക്കുൻ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. ഒരുത്തന്റെ സംശയം പൊന്നാനിപ്പള്ളിയിൽ വിളിച്ചു പറയുന്നു, മാഅശറൽ മുസ്ലിമീൻ റഹിമക്കുമുല്ലാഹ് റവൽ ബുഖാരി വമുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഇദൽ ഖതീബു അലൽ മിൻബരി ഫലാ യതകല്ലമന്ന അഹദ് വമൻ തകല്ലമ ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമഅത ലഹ്. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? നാം ആചരിക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദീനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഏതെല്ലാം ചെറുതും വലുതുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ സ്ഥിരപ്പെടണമെങ്കിൽ എന്താണ് വേണ്ടത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സഹാബികട്ട് അവിടെ നിന്നിങ്ങോട്ട് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. ഒരു മുജാഹിദിന് സംശയം, ഇത് ബുഖാരിയിലുണ്ടോ? ബുഖാരി മറിച്ച് നോക്കുമ്പോൾ എവിടെയും കാണുന്നില്ല. പൊന്നാനിയിലുണ്ട്, നാദാപുരത്തുണ്ട്, പാറക്കടവിലുണ്ട്, ബുഖാരിയിലുണ്ട്. നമ്മളെ ഇമാമിങ്ങളൊക്കെ പേച്ചുപോയി, പൊന്നാനിപ്പള്ളി പേച്ചുപോയി, നാദാപുരം പള്ളി പേച്ചുപോയി. ഇതേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവൻ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ഇല്ലാന്ന് വരുമോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തവാത്തുറായി കാബിറൻ കാബിർ, നമ്മളെ മുൻഗാമികളായ മഹാന്മാര് വരെ നാവിലൂടെ റിപ്പോർട്ട് ചെയ്തു വന്നൊരു റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അച്ചടിച്ച് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും ആലോചിക്കണം. എന്താ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയെന്ന് പഠിക്കണം. നമ്മളെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന വഴി, അത് വിട്ടുകൊണ്ടൊരു സുന്നത്ത് ജമാഅത്തില്ല. അത് വിട്ടുകൊണ്ട് മുജാഹിദ് ജമാഅത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അവരെ ക്ലാസും കേട്ടിട്ട് അതിനൊക്കെ സനദ് വേണം, പൊന്നാനിയിലെ ആശറവളിക്ക് സനദ് വേണമെന്ന് പറഞ്ഞാൽ, ഓ സുഹൃത്തെ, നീ സുന്നത്ത് ജമാഅത്ത് പുറത്തു പോകലല്ലാതെ മുജാഹിദ് നന്നാവൂല, നീയും കൂടി ബടക്കാവും എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിനും പൊന്നാനിപ്പള്ളിക്കും ഒന്നും സംഭവിക്കൂല കേട്ടോ. ഇത് ശരിക്കും മനസ്സിലാക്കി വെച്ചോളണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞതിലേക്ക് തന്നെ കടക്കാം. സംശയത്തിന് അതിലുണ്ട് എന്നാ പറഞ്ഞത്. സംശയത്തിന് വേണം അതിര്. ഇതിരിക്കട്ടെ. അപ്പോ ഒരു കെട്ടുപൊടിയുണ്ട് അവിടെ അബൂദാബിയിൽ, ഇതല്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് 2009. അതാ കേൾപ്പിക്കുമ്പോ ഒന്ന്. രണ്ടാമത്തത് നിജസ്ഥിതി മനസ്സിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ച മൊയ്ലിയാര് പറയുന്നതാണ്. രണ്ടാമത്തത് ഇയാള് പറയുന്നത് മർക്കസ് എന്ന് പറഞ്ഞാല് അത് ഏപ്പിന്റെ പുയ്യാപ്പിള, അതിന്റെ മാനേജർ, മോനും എല്ലാം കൂടി ഒരു കുടുംബത്തിന്റെ എല്ലാം കൂടി ഒരു ട്രസ്റ്റ്, അതാ മർക്കസ്. ഇയാൾ കാര്യമായിട്ട് പ്രസംഗിക്കുകയാണ്. ഈ രണ്ട് വിഷയം ഞാൻ ആദ്യം മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ വെക്കുകയാണ്. ഈ വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ ടെലിഫോൺ ചെയ്ത ആള് പറയുന്ന വാചക, ഞാൻ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നത് ഇതിനെവിടെയും പോണ്ടില്ല, ഒരു പരിശോധന അബൂദാബിയിലും പോണ്ട, ഒരു പരിശോധന ആവശ്യമില്ല. ഇയാൾ ഈ പറയുന്ന വാചകങ്ങൾ കേട്ടോളൂ. കേൾക്കുന്നതിന് മുമ്പ് ഞാൻ വിഷയം പറയാം. ഇയാളോട് ഞാൻ ചോദിക്കുന്നത്, ഇയാൾ ഈ പറഞ്ഞതുപോലെ മർക്കസ് ഒരു കുടുംബത്തിന്റെ ട്രസ്റ്റാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, അതിനെവിടെയും പോണ്ടാലോ? കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ആർക്കും നോക്കാലോ അത് ട്രസ്റ്റ് ആണോ സൊസൈറ്റി ആണോ, അത് കുടുംബങ്ങളാണോ പുറത്തുള്ളവരുണ്ടോ? മർക്കസിന്റെ കമ്മിറ്റിയിൽ പാവപ്പെട്ട ഞാനുണ്ട്. ഞാൻ അവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. പഠിക്കുന്ന കാലത്തില്ല, ഈ അടുത്ത കാലത്ത് ഉസ്താദിന്റെ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അലിബാബയ്ക്ക് തങ്ങളുണ്ട്, മൂപ്പരാ പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് അലിബാബ തങ്ങൾ കുടുംബക്കാരനാവോ? പ്രസിഡന്റ് സയ്യിദ് അലിബാബയ്ക്ക് തങ്ങളാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിന് എങ്ങനെ അലിബാബയ്ക്ക് തങ്ങൾ കുടുംബക്കാരനാകുക? വില്യാപ്പള്ളി ഉസ്താദുണ്ട്, വില്യാപ്പള്ളി ഉസ്താദിനെ കുടുംബക്കാരനാണ്. അപ്പൊ ഏത് കളവും എങ്ങനെ തലയെക്കെട്ടും കെട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒന്ന്, ഇതാർക്കും പോയി പരിശോധിച്ചാൽ മനസ്സിലാവില്ല. ഒന്ന്. രണ്ടാമത്തത്, മർക്കസിൽ 2009 ഒരു കെട്ട് മുടിയിടുന്നത്
സുബ്ഹാന ജല്ല ജലാൽ. അവിടെ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളെ നോക്കുന്ന ആയന്റെ തലയിൽ ഒരു കെട്ടുമുടിയില്ല എന്നല്ല ഞാൻ പറഞ്ഞ. നമ്മൾ ചർച്ച ചെയ്യുന്ന മുടി ഒരു കെട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവന്ന് കേൾപ്പിച്ചു കൊടുത്താൽ ഫസ്റ്റ്. ഈ കഴിഞ്ഞ നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുന്നതിന് മുന്നോടിയായി ഒരു തീരുമാനത്തിൽ എന്താണ് ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം, ഒന്ന് സത്യദാനം എഴുതണം, ആളുകൾക്ക് യാഥാർത്ഥ്യം അറിയിക്കണം. അങ്ങനെ എവിടെ ചെന്നാലും ചോദ്യ. ആദർശ രംഗത്തെ ക്ലാസ് നടത്തുമ്പോ നബിന്റെ മുടിക്ക് മറക്കത്തുണ്ടെന്ന് പറയുമ്പോ നബിന്റെ മുടിക്ക് ആരുടെ മറക്കസുണ്ട് എന്ന് പറയുന്നില്ല, അതിനെ കുറിച്ച് എന്താ അഭിപ്രായം പറയുന്നു? ഇയാൾ കാന്തപുരാണെങ്കിലും കൂടി നമ്മൾ ആദർശത്തിൽ കുഴപ്പം വരാൻ പാടില്ലല്ലോ, കൃത്യമായ മറുപടി പറയട്ടെ, ആ ബോധ്യപ്പെടണം. പലപ്പോഴും നമുക്ക് ധൈര്യമല്ല പറയാൻ, കാരണം കാന്തപുരത്തിന് അടുത്തറിയുന്ന ആളെന്ന നിലയിൽ കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ 1% പോലും സത്യത്തിന് സാധ്യതയില്ല എന്ന് ഉറപ്പാണ്. കാരണം കാന്തപുരത്തിന് തിരിച്ചറിയുന്ന ആളുകളാണ് നമ്മുടെ കൂടുതൽപ്പെട്ട ആളുകൾ. നമുക്ക് അനുഭവങ്ങൾ ധാരാളമുണ്ട്. ഇപ്പൊ ഒരിക്കൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ഒരു ക്ലാസ്സാ, സംശയം ചോദിച്ചു, കാന്തപുരം റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. MP മുസ്തഫൽ ഫൈ സ്റ്റേജിൽ മൂപ്പർ എഴുന്നേറ്റ് പറഞ്ഞു, അത് കാന്തപുരത്തിന്റെ മുടിയായിരിക്കുന്നു. കാരണം മൂപ്പർക്ക് ശരിക്കറിയാം കാന്തപുരത്തിനെ കുറിച്ച്. ഈ കാര്യത്തിന്റെ സ്ഥിരീകരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വെച്ച് ഞാൻ ടെലിഫോൺ ചെയ്തു. ഇതിന്റെ കൃത്യമായ വിവരണം ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ റബീഉൽ അവ്വൽ 1 ആ സത്യദാനം എഴുതാൻ വേണ്ടി. ഞാൻ ഇന്ന ആളാണ്, കോഴിക്കോട് എസ്റ്റേറ്റ്മെന്റ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, എനിക്ക് AP ഉസ്താദിനെ ഒന്ന് കിട്ടണം, ഒരു വിഷയം സംസാരിക്കാനാണ്. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ലെ, അങ്ങനെ നമ്മൾ ആദർശവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. റസൂലുള്ളാഹിന്റെ മുടിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നത് എല്ലാ സ്ഥലത്തും മുജാഹിദുകൾ അവർ കൃത്യമായ വിവരം അറിയണമെന്ന്. അപ്പൊ ടെലിഫോൺ എടുത്ത ആൾ പറഞ്ഞു, ഷെയ്ഖുന സ്ഥലത്തിലെ പുറത്താണ്, ഇവിടെ C5 ഉണ്ട്. C5 എന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്റെ മകളെ കല്യാണം കഴിച്ച ഭർത്താവ് മരുമകനല്ലേ പുതിയാപ്പട, അദ്ദേഹമാണ് ജനറൽ. ഒക്കെ സ്വന്തക്കാരാണ് ഇട്ട ആൾക്കാർ, മകനും മരുമകനും ബന്ധപ്പെട്ട ആൾക്കാരും കൂടെ ട്രസ്റ്റ് ആക്കിയേക്കാണ് കാരന്തൂർ മർക്കസ് എന്ന് പറയുന്നു. അവിടെ ഉസ്താദ് C5 കൊടുക്കാറ് കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തിയാൽ ഇന്ന ആളാണ്. ഞാൻ ഇങ്ങനെ വിഷയം ആദർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബുദ്ധിമുട്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഒരു കൃത്യമായ വിശദീകരണം തന്നാൽ ഇത് നബിന്റെ മുടി തന്നെയാണോ, എവിടുന്ന് കിട്ടിയാലും ജസ്റ്റ് ഒരു വിവരം കിട്ടിയാൽ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഫൈസി എനിക്കതിനെ പറ്റാറില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞ മൂപ്പരോട് ചോദിച്ചോളിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഫൈസി എന്റെ ജസ്റ്റ് നിങ്ങൾക്ക് മർക്കസിലുള്ള സാധനമാകുമ്പോൾ ഇത്ര പ്രധാനപ്പെട്ട വിഷയം ഒരു പ്രാഥമിക വിവരം ഉണ്ടാവുന്നത്, എവിടുന്ന് കിട്ടി, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത്. അയാൾ പറഞ്ഞു മറുപടി, അത് ഗുജറാത്തിനോ ബോംബെന്നോ എവിടുന്നോ കിട്ടിയാണ്, എനിക്കതിനെ പറ്റുന്നത് മൂപ്പര് വന്നിട്ട് നിങ്ങൾ ചോദിച്ചോളി. അപ്പോൾ C5 ഒരു വിശ്വാസമായി എനിക്ക് ഉറപ്പായി. കാരണം മൂപ്പരും അപ്പൊ നമുക്ക് ഉറപ്പായി സംഭവം തട്ടിപ്പാണ്. ഞാൻ വരട്ടെ വിചാരിച്ചു. അപ്പൊ നാഷണൽ ദഅവ കോൺഫറൻസ് അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാഷണൽ വിളിച്ചു നോക്കിയല്ലേ വെച്ചു. വിളിച്ചു വരുന്നല്ലേ വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറു. 10 മണിക്ക് മൊബൈൽ ഒന്നും കൊടുത്തു. അപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ആദർശ രംഗത്തൊരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനദുണ്ടോ, അത് എവിടുന്ന് കിട്ടിയത്, പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാം, ഉറപ്പ് പറയാനേ. അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ C5 വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ്. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടി ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ, മോനിപ്പോ എവിടെയുള്ളത്, ഞങ്ങൾ കരുവാണ്ടതാണ്, മാനുഷ്യാരുടെ വിവരം എന്താണ് മോനെ എന്നിങ്ങനെ ചോദിച്ചിട്ട് മൂപ്പര് റസൂലുള്ളാഹിന്റെ മുടിന്റെ വർണ്ണനകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇബ്നു സീരീൻ റസൂലുള്ളാഹിന്റെ മുടിന്റെ പുണ്യത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഹദീസുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഒരു 10 മിനിറ്റോളം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ ചോദിച്ചത് ആ മുടി ഉസ്താദിന് എവിടുന്ന് കിട്ടി, അതിന്റെ കൃത്യമായ പരമ്പര. അപ്പൊ വെല്ലൂരിൽ നിന്ന് കിട്ടിയതാണോ, വെല്ലൂർ പോകൂലേ, അല്ല സുഡാനിൽ നിന്ന് കിട്ടിയാണോ സുഡാനിൽ പോകൂലേ, അല്ല കശ്മീരിൽ കിട്ടിയാൽ കശ്മീരിൽ പോകൂലേ, അല്ല അബുദാബിയിൽ കിട്ടുന്ന അബുദാബിത്തെ മുടി കാണാതാവില്ല, എവിടുന്നെങ്കിലും ഉള്ള മുടിയല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, മാന്യമായി ചോദിച്ചിട്ട് എവിടുന്ന് കിട്ടിയത് ജസ്റ്റ് ഒരു വിവരം ഉസ്താദേ. അതിനെന്താ മോനെ സംശയം, അത് വളരെ കൃത്യമായി 5 കൊല്ലം മുമ്പ് എന്റെ കയ്യിൽ കിട്ടിയതാ. ഞാനത് പഠിച്ച് വളരെ ബോധ്യപ്പെട്ടാണ് വെച്ചത്. റസൂലുള്ളാഹിന്റെ മുടി ഒരു സംശയം വരാതെ പിന്നെയും മുടിന്റെ മഹത്വം പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, ഉസ്താദേ ഏതെങ്കിലും മുജാഹിദ് പ്രശ്നമാക്കുമ്പോ നമുക്കൊരു ഉറപ്പ് പറയാൻ വേണ്ടിയാണ്, ഉസ്താദിന്റെ കയ്യിൽ ആ മുടി കിട്ടി അതിന്റെ സനതുണ്ടോ പരമ്പര ഉണ്ടോ, വേണ്ടി വന്നാല് ഇതായി മുടി ഇന്ന ആളിന്ന് റസൂലുള്ളാഹി വരെ മുട്ടുന്ന ആ പരമ്പര നമുക്ക് ആ സനതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും, വേണ്ടി വന്നാൽ മുജാഹിദിനെ കൂട്ടിക്കൊണ്ടെന്ന് ആലോചിച്ചു. ആ മൂപ്പര് പറഞ്ഞു, ചിരിച്ചിട്ട് ഭയങ്കര ആളല്ലേ, യാല്ല മോനെ എങ്ങനെയാണ് സനദിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കുക, അവരൊക്കെ മരിച്ചു പോയില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾക്കെല്ലാം അറിയാലോ, ആ സനത് എഴുതി വെച്ചിട്ട് ഫോട്ടോകോപ്പി ജസ്റ്റ് എടുത്ത് തന്നൂടെ, ഇല്ലെങ്കിൽ വേണ്ട, ഒരു പ്രശ്നം എന്താ ചെയ്യാന്ന് ചോദിച്ചൊരു വിവാദം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാലും പറഞ്ഞു. മോൻ അങ്ങനത്തെ അതിൽ പ്രശ്നം കൂട്ടി നമുക്ക് സനത് കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി, അസ്സലാമു അലൈക്കും ഫോൺ വെച്ചു. പിന്നെ 10 മിനിറ്റ് മൂപ്പര് തിരിച്ചു വിളിച്ചിട്ട് ഓഫീസ് നമ്പറിലാണ് വിളിച്ചിട്ട് എന്നെ ചോദിച്ചു. അപ്പൊ ചെന്ന് ഫോൺ എടുത്തു. പിന്നെ നേരത്തെ ഫോൺ കട്ടായിരുന്നു, ഒരു കട്ട് പോയിട്ടില്ല. പച്ച കളവ്. ഞാൻ കളവ് എന്ന് പറഞ്ഞാൽ വാസ്തവ വിരുദ്ധം പറയാ, മാന്യതക്ക് നടക്കാത്ത കാര്യമില്ലേ. ഇയാൾ പറയാണ് ഫോൺ കട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണ്ടേ,
മുജാഹിദ് മോൻ ജമാഅത്തിൽ ഒന്ന് വിവാദത്താക്കിയാണ്ട്